ഇതാണ് ബ്രുസ്ട്രോയുടെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. 12 പീസസിൻ്റെ സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വില 339 രൂപയാണ്. വാങ്ങാൻ ഉദ്ദേശമുള്ളവർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രൈസുകൾ കമ്പയർ ചെയ്ത് നോക്കിയ ശേഷം മാത്രം വാങ്ങുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ ലിഡിൻ്റെ പുറത്തായിട്ടൊരു നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് അവർ നൽകിയിരിക്കുന്നത്. ബ്രുസ്ട്രോയുടെ ബ്രാൻഡിംഗ് ആണ് ഏറ്റവും മുകളിൽ. അതിന് താഴെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽ എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ട് താഴെ സെറ്റ് ഓഫ് 12 എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 4 ബുള്ളറ്റ്സ് ഇട്ടിട്ട് പെൻസിലിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണോ എന്ന് നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു തത്തയുടെ പടമാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഈ പെൻസിലുകൾ ഉപയോഗിച്ച് വരച്ചതാണ്. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഹാൻഡ്സ് എന്ന കമ്പനിയുടെ ലോഗോയും കൊടുത്തേക്കുന്നുണ്ട്. ബാക്കിലേക്ക് വന്നാൽ ഓൾമോസ്റ്റ് സെയിം ഡീറ്റെയിൽസൊക്കെ തന്നെയാണ് ഇവിടെയും. അതോടൊപ്പം തന്നെ ഇൻക്ലൂഡഡ് ഗ്രേഡ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ പെൻസിലിൻ്റെ പ്രോപ്പർട്ടീസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാരഗ്രാഫാണ്. ക്രിയേറ്റീവ് ഹാൻഡ്സിൻ്റെ ലോഗോയും അതോടൊപ്പം തന്നെ കവർ പേജിലുള്ള പാരറ്റിൻ്റെ ചിത്രം വരച്ച ആർട്ടിസ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. സിദ്ധാന്ത് എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ്. താഴെ കാണുന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ബ്രുസ്ട്രോയുടെ എല്ലാ പ്രോഡക്ട്സും വാങ്ങാൻ പറ്റും. ബ്രുസ്ട്രോയുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിൽ എത്തിക്കുന്നത് കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഹാൻഡ്സ് എന്ന കമ്പനിയാണ്. ഇനി നമുക്ക് പെൻസിലിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആൻഡ് ക്വാളിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കാം. പെൻസിലിൻ്റെ വുഡ് ക്വാളിറ്റി മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ പെൻസിലുകൾക്കും ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ് കേസിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡ് നെയിം അതേപോലെ തന്നെ ഗ്രേഡൊക്കെ റിഫ്ലക്റ്റീവ് സിൽവർ കളറിലാണ് നൽകിയിരിക്കുന്നത്. എൻഡ് ഗ്യാപ്പിലും ഗ്രേഡ് ചെറിയ സൈസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഈ വിലയ്ക്ക് മികച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ മെറ്റൽ ബോക്സും നല്ല പ്രീമിയം ഫീലാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് പേപ്പറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രുസ്ട്രോയുടെ തന്നെ പേപ്പറാണ്. 250 GSMൻ്റെ അൾട്രാ സ്മൂത്ത് പേപ്പറിലാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ സെറ്റിൽ വന്നിരിക്കുന്ന ഗ്രേഡ്സ് ഓരോന്നും ഷെയ്ഡ് ചെയ്തൊരു ചാർട്ട് ഉണ്ടാക്കി നോക്കാം. ലൈറ്റസ്റ്റ് ഗ്രേഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം 2H എടുക്കാം. ഇതിൽ 2H മുതൽ 10B വരെയുണ്ട്. അതിൽ 8B വരെ ഒരു സീരീസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഷെയ്ഡിങ് അല്ലെങ്കിൽ ലെയറിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിനായിട്ട് 3 ഡിഫറെൻറ്റ് വാല്യൂസാണ് എടുത്തിരിക്കുന്നത്. 2H, 3B, 10B റാൻഡമായിട്ട് പിക്ക് ചെയ്തതാണ്. ഷെയ്ഡിങ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലെഡ് അത്യാവശ്യം സ്മൂത്താണ്. അതേപോലെ തന്നെ ടോൺസും നല്ലതായിട്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കാണുന്നത്. പേപ്പറിൽ ഗ്രാഫൈറ്റ് നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ലെയറിംഗ് ഒക്കെ ഡീസൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ബ്ലെൻഡിങ് പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാം. സെയിം വാല്യൂസാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലെൻഡിങ് സ്റ്റെം ഉപയോഗിക്കുമ്പോൾ ബ്ലെൻഡ് ആകുന്നുണ്ട്. ലൈറ്റസ്റ്റ് വാല്യൂ നല്ലപോലെ ബ്ലെൻഡായി. എന്നാൽ 10Bയിലേക്ക് വരുമ്പോൾ അത്ര സ്മൂത്ത് ഫിനിഷിങ് കിട്ടിയില്ല. നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്താൽ അതേപോലെ തന്നെ ബ്രിസിൽ കട്ട് ചെയ്ത് ബ്രഷൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ഒരു പരിധിവരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു സ്മൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെയും 2H ആൻഡ് 3B നല്ലപോലെ ബ്ലെൻഡായി. 10B കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഈ ഡിഫറെൻറ്റ് വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എറേസിങ് എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കത് ആദ്യം ടോംബോ മോണോ 0 ഇറേസർ ഉപയോഗിച്ച് ട്രൈ ചെയ്യാം. 2Hൽ നല്ലപോലെ അത് ഗ്രാഫൈറ്റ് പിക്ക് ചെയ്തു. അടുത്ത ഗ്രേഡിൽ ഓക്കെയാണ്. എന്നാൽ 10Bയിലേക്ക് വരുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു നീഡബിൾ ഇറേസർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. 10Bയിൽ ഗ്രാഫൈറ്റ് അത് പിക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു ഇലക്ട്രിക് ഇറേസർ ഉപയോഗിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നത്തിങ് ചേഞ്ചസ്, സെയിം റിസൾട്ടാണ്. 10Bയിൽ റബ്ബർ സ്ലിപ്പായി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളിത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കണം. 10B നല്ലപോലെ ഷാർപ്പൺ ചെയ്ത് അല്പം പ്രഷർ കൊടുത്ത് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട്. മറ്റ് 2 ഗ്രേഡുകൾക്കും ആ പ്രശ്നം ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ 10B ടേബിൾ ടോപ്പ് ഷാർപ്പണർ ഉപയോഗിച്ചപ്പോഴും ബ്രേക്ക് ആയിരുന്നു. ഇനി ഒരു ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷനാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഗ്രാഫൈറ്റ് പൊതുവെ നല്ല പ്രഷറിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിഫ്ലക്റ്റീവ് ആകുന്നത്. എന്നാൽ ഇവിടെ ബ്രൂസ്ട്രോ ഓവർ ഷൈനി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഇതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ്. 339 രൂപ വില നോക്കുമ്പോൾ ഈ പെൻസിൽ വാല്യൂ ഫോർ മണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 12 ഗ്രേഡ്സ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ 2H മുതൽ 8B വരെ ഒരു സീരീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോൺസ് പ്രീമിയം ബ്രാൻഡുകളെ പോലെ മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തത്. അധികം റിഫ്ലക്റ്റീവ് അല്ലാത്തത് മറ്റൊരു മേന്മ തന്നെയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഏത് ലെവൽ ആർട്ടിസ്റ്റുകൾക്കും വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ 1-2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതുകൂടെ പറയാം. നമ്മൾ ഓൾറെഡി ചെയ്ത് കാണിച്ചതുപോലെ ഡാർക്കസ്റ്റ് വാല്യൂ യൂസ് ചെയ്ത് ഇറേസ് ചെയ്യുമ്പോൾ ഗ്രാഫൈറ്റ് അവിടെ പിക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ 7B, 8B, 10B പോലെയുള്ള ഡാർക്കസ്റ്റ് വാല്യൂ പെൻസിൽ ബ്രേക്ക് ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇനി ഓഫ് ദി പേപ്പറിൽ ചില മൈനർ ഇഷ്യൂസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതെല്ലാവർക്കും അതൊരു റെലവൻ്റ് ആവണമെന്നില്ല, എങ്കിലും പറയുകയാണ്. ബ്രാൻഡിങ് ആൻഡ് ഗ്രേഡിങ് ലേബലിംഗ് ചെയ്തിരിക്കുന്നത് റിഫ്ലക്റ്റീവ് കളറിലാണ്. അത് നല്ല ബ്ലാക്ക് കേസിങ്ങിൽ വൈറ്റ് കളറിൽ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതേപോലെ തന്നെ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു പെൻസിലിൻ്റെ ഒരു ഫേസിൽ മാത്രമാണ് ഗ്രേഡ് കൊടുത്തിരിക്കുന്നത്. പെൻസിൽ ഷഫിൾ ചെയ്ത് ടേബിളിൽ കിടക്കുമ്പോൾ നമുക്ക് ഗ്രേഡ് പിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നാം. എല്ലാവർക്കും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പൊതുവെ അതൊരു അനോയിങ് ആയിട്ടാണ് തോന്നാറുള്ളത്, അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബിഗിനർ ആയാലും ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഈ ഒരു പെൻസിൽ ട്രൈ ചെയ്യാവുന്നതാണ്. 339 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വർത്താണ്. അപ്പോൾ നിങ്ങൾ ഈ പെൻസിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം നമ്മൾ ഇതുപയോഗിച്ചൊരു ചിത്രം ഇനി വരുന്ന വീഡിയോയിൽ വരച്ച് കാണിക്കും. ഒരു പോർട്രേറ്റ് നമുക്ക് വരച്ച് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടുതൽ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.